ഇന്നത്തെ എന്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്താം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ വിഷ്ണു ചേട്ടൻ്റെ ലിങ്ക്, ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അവിടെയും പോയി ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ദിവസം മുന്നേ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം. മേ ബി എന്നെ കുറിച്ചിട്ട് അധികം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, കാരണം ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷേ പുതിയതായിട്ട് വന്നൊരു അതിഥിയാണ് ഇത്. അപ്പോൾ ഇയാളെ കുറിച്ചിട്ട് അധികം നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. ഞാൻ വിചാരിച്ച ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആസ്മി ക്വസ്റ്റ്യൻ ആക്കാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലിയർ ആക്കാണ്. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പം ഓക്കെ ശരി, അപ്പം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ വിഷ്ണുചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ പോണതിന് മുന്നേ? ഞാൻ കാരണം വിഷ്ണുചേട്ടൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഈ ഇതൊക്കെ എഴുതി വെച്ച്. അപ്പോട്ടൊന്നും വിളിക്കാതായിരിക്കും ബെറ്റർ. അപ്പോട്ടൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഇതിൽ എഴുതിയിട്ടൊക്കെ ഉള്ളത് എന്താ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും. അപ്പം എന്തെങ്കിലും ഇതുണ്ടോ, പേടിയുണ്ടോ? എന്നാലും ഇതിലുണ്ടാവുന്ന ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും? എന്തായാലും ചോദിക്കും. എന്താണ്? പിന്നെ പറയാനോ അല്ല എന്നാലും റിലേഷൻഷിപ്പിലാണോ? ഓക്കെ, സുന്ദരനും സുമുഖനുമായ താൻ റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദ്യം വരും. പണിയുണ്ടോ എന്നുള്ള ചോദ്യം വരും. അത്ര മസിലൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യമാണ്, അപ്പോഴത്തെ ഒരു കിടിലൻ ഫോട്ടോഷൂട്ട് കാര്യങ്ങളുടെ ഒക്കെ വരാനുണ്ടല്ലോ അപ്പോട്ടാ. വി ആർ ഓൾസോ വെയിറ്റിംഗ്. അപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞു, അപ്പൊ അതിന്റെ ഔട്ട് വരണം അത്ര. അപ്പൊ അതിനും കൂടി വെയിറ്റിംഗിലാണ്. അപ്പം ഇത്രയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഞാൻ ഈ പുസ്തകത്തിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അപ്പോഴം തുടങ്ങാം അല്ലേ. ഞാനും അതിൽ ഇടയ്ക്ക് വരാം, അതിന്റെ ഇടയിൽ അപ്പോഴനും കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് കേട്ടോ. കയ്യിൽ വെക്കാം. അപ്പൊ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. ഇതിന്റെ പാർട്ട് 2 അപ്പോഴന്റെ ചാനലിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതിലൊരു 10 ക്വസ്റ്റ്യൻ മതിയല്ലേ നമുക്ക്. ബാക്കി 10 ക്വസ്റ്റ്യൻ നമുക്ക് അപ്പോഴത്തെ ചാനലിൽ കാണാം. ഒന്ന് മാത്രം എടുത്താൽ മതി. വൈകി മനസ്സിലാവുന്നുണ്ടോ? ഫിലിം ആക്ട് ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, പക്ഷെ ആക്ടിങ് അറിയത്തില്ല. അപ്പോഴത്തെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, അപ്പോഴത്തെ നമുക്ക് എപ്പോഴും ഈ ചിരിച്ചു കളിച്ചിട്ടുള്ള വീഡിയോസ് മാത്രം പോലെ നമുക്ക് ആക്ടിങ് കൂടി, കാരണം ആൾക്കാര് കൂടുതലും എന്റെ വീഡിയോസ് ആക്ടിങ് ടൈപ്പ് ആയിരിക്കും കണ്ടിട്ടുണ്ടായിരുന്നു. കോംബോ എടുക്കുമ്പോ ഇപ്പൊ ഷബിനായാലും ഫാസിലാണെങ്കിലും ഒക്കെ ആക്ടിങ് കൂടി ഇൻക്ലൂഡ് ആക്കാറുണ്ട്. സോ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ മുടിഞ്ഞ ആക്ടേഴ്സ്. ഇവളെന്നെ ഓരോ സമയത്ത് ഫേസ് ചേഞ്ച് ചെയ്യുന്നത് കാണുന്നു. എന്റെ അപ്പോഴത്തെ എന്തൊക്കെ പറയണ സമയത്ത് ദേഷ്യപ്പെട്ടാണെങ്കിൽ അപ്പൊ പെട്ടെന്ന് സങ്കടവും. അപ്പം അപ്പോഴത് മനസ്സിലായി, ഓക്കെ എനിക്ക് സങ്കടം ആയെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ അപ്പൊ തന്നെ ചിരിക്കും. അപ്പൊ എന്തൊരു ആക്ടിങ് ആഡ് ചെയ്തു ഞാൻ തന്നെ പറയാറുണ്ട്. നിനക്കും ഉണ്ട് അപ്പൊ സന്തോഷം കാണിക്കും എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചോണ്ടിരിക്കും. സങ്കടം കാണിച്ചിട്ട് പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് എന്താ പിന്നെ കരഞ്ഞോണ്ടിരിക്കുക. അപ്പോട്ട് ചീത്ത അല്ല, കരഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം മാറും. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഫിലിമിൽ ആക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നാ ചോദിച്ചത്. ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ ഫിലിം എന്താ പറയാ അഭിനയിക്കാറില്ല. ഐ മീൻ എനിക്ക് നിനക്കൊരു പാഷൻ ആണോ അതോ ഒരു ഡ്രീം ആണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മൂവിയിൽ അഭിനയിച്ചേ മതിയാവൂ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും. പക്ഷെ എനിക്ക് നല്ലപോലെ ഈ ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് ചോദിച്ചതാണെങ്കിൽ ഇവക്ക് നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ, എനിക്ക് ഫിലിം ചെയ്യാൻ. ഇവിടെ എപ്പോഴും എന്നോട് പറയും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് യാമി അശോക് എന്ന് പറഞ്ഞ ഞാൻ പറയും അപ്പോഴത്തെ കുറച്ചാൾ കഴിയുമ്പോ അങ്ങനെ പറയും. അപ്പൊ ഞാൻ നിന്റെ മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു കേക്കുമാറോ അറിയില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ വീഡിയോസ് കൊണ്ട് കാണിക്കും. അപ്പൊ ഞാൻ അത് ആണെന്ന് പറയും. ഓക്കെ, അത് കളഞ്ഞു, അങ്ങോട്ട് കളഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അടുത്തത് ഇനി ഡയറ്റ് പ്ലാൻ, അതൊരു വ്ളോഗ് ഇടാവോ? ഓക്കെ, സോ ഡയറ്റ് പ്ലാൻ വ്ളോഗ് ഇടാവോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാനിപ്പം 2 മാസമായിട്ട് ഡയറ്റിലായിരുന്നു, 2-3 മാസമായിട്ട് ഡയറ്റിലായിരുന്നു ഇവിടെ. സോ ആ ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് ഞാൻ വ്ളോഗ് ചെയ്തിടുന്നതാണ്.
അത് ബെറ്റർ ആയിരിക്കും. കാരണം വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും ആൾക്കാർക്ക് അറിയണം താല്പര്യം ഉണ്ടാവും. വെയിറ്റ് ലോസ് കാറ്റഗറിയിലായിരുന്നു അത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു. മീൻസ് ഞാൻ ഏതൊരു വെയിറ്റിലായിരുന്നു എന്നിട്ട് ഞാൻ ഒരു വെയിറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. അത് ഞാൻ ആ പിക്ചേഴ്സിൽ കാണിച്ചു. കാണിച്ചു തരുന്നേ ഇതാരാന്നറിയോ? ആരാ? പഴയ പിക്ചേഴ്സ് കുറച്ച് കാണിച്ചു കൊടുത്തപ്പോഴാണ് അതൊരു ബ്ലോഗായിട്ട് അപ്പോഴേക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇഷ്ടപ്പെടുന്ന മാത്രമല്ല, പലർക്കും അതൊരു മോട്ടിവേഷൻ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും വെയിറ്റും ഫേസ് ഫാറ്റ് ആയാലും ബോഡി ഫാറ്റ് ആയാലും ഉണ്ടായ ഒരാളാണ് അപ്പോഴേക്കും. ഇപ്പൊ കാണിച്ചു കൊടുത്ത ഓ മാൻ. ഓക്കെ, അപ്പൊ ഈ വ്ളോഗും കാര്യങ്ങളും ഡയറ്റിന്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലായിക്കൂടെ? ആമിക്ക് പെർഫെക്റ്റ് ആണ് പോയിട്ട് ആലോചിച്ച് പറ രണ്ടുപേരും. നോ കേട്ടല്ലോ കേട്ടല്ലേ ഇവിടുന്ന് പറ. ഞാനും പറയാം. ആമി എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. അത് സ്റ്റാർട്ട് ചെയ്തതും ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കോച്ച് ഉണ്ട്. അപ്പൊ കോച്ച് വഴിയാ ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്ത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തതും ഫ്രണ്ട്ഷിപ്പിൽ. ഞങ്ങൾ റംബൂട്ടാൻ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം അങ്ങനെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ആവാതിരിക്കട്ടെ. അതിപ്പോ മറ്റേ ജിമ്മിന്റെ വീഡിയോസ് ആക്ട് ചെയ്യുന്ന സമയത്തും ആക്റ്റീവ് മാത്രല്ല, ഞങ്ങൾ രണ്ടാളും പൊട്ടത്തരങ്ങളാണ്. അതങ്ങനെ വരുന്നതാ. അത് കഴിഞ്ഞിട്ട് ഔട്ട് വരുമ്പോഴേ ഞങ്ങള് മനസ്സിലാക്കുന്നത് ഓ ഇത് നല്ല രസമുണ്ടല്ലോ. ഇത് രസമുണ്ട് മാത്രല്ല, ആൾക്കാർ പറയും നിങ്ങൾ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി ആണ്, ഭയങ്കര മാത്സ് ആണ്. ശരിക്കും അങ്ങനെയൊന്നും ഇല്ല. കെമിസ്ട്രി കാര്യങ്ങളും ബയോളജി ഒന്നും ഇല്ല. ശരിക്കും അത് ആ സമയത്ത് ഞങ്ങൾ പൊതുവെ അങ്ങനെയാണ്, പൊട്ടത്തരാണ്. പക്ഷെ അങ്ങനല്ല, ഞങ്ങള് ഹാപ്പി ആയിട്ടാണ് എപ്പോഴും. ജിമ്മിലായാലും ജിമ്മിലാണ് ആകെ നമ്മള് ഹാപ്പിയാണ് പ്ലേസ് എന്നുള്ളത് എനിക്ക്. അപ്പൊ അറിയില്ല, ഞാനും സ്ട്രെസ് എല്ലാം കഴിഞ്ഞിട്ട് ജിമ്മിൽ വന്നിട്ടുള്ള 2 മണിക്കൂർ അല്ലെങ്കിൽ ഇവരോട് സംസാരിക്കുന്ന എന്റെ ഫ്രണ്ട് ഉണ്ട് മുരളി. അപ്പൊ ഞങ്ങൾ 3-4 പേരും കൂടി ഒരുമിച്ച് ജിമ്മിൽ പോവാ. ആദർശുണ്ടാവും. അപ്പം ഇവരെ കൂടെയുള്ള ആ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഞാൻ ജിമ്മിലിരിക്കും. അപ്പൊ മീൻസ് കുറെ വർക്കൗട്ട് ചെയ്യും. അതിനിടയ്ക്ക് കുറച്ച് ടൈംസ് ഉണ്ടാവില്ല. ആ ടൈംസ് നമ്മൾ റീൽസ് എടുക്കും എന്ന് വിചാരിച്ച് വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നില്ല കേട്ടോ. അപ്പം അത് ജിമ്മിൽ പോകുന്നവർ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് കമന്റ്സ് വരാറുണ്ട്, ജിമ്മ് എന്നുള്ള തെറ്റിട്ടിട്ട് എന്താണ് റീൽ പ്ലേസ് അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബോഡി എന്റേതോ പോട്ടെ കുഴപ്പമില്ല, ഈ ബോഡി കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് ഇത് റീൽ എടുക്കാൻ മാത്രം ജിമ്മിൽ പോണതാണെന്ന്? ഒരിക്കലും. ആ ഫോട്ടോഷൂട്ടിന് പലർക്കും മണ്ണാക്കിൽ മറുപടി കൊടുക്കുന്ന ഒരു സംഭവമായിരിക്കും. അപ്പൊ റിലേഷൻഷിപ്പിലാവാൻ താല്പര്യമില്ല രണ്ടുപേർക്കും. നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആവാനുള്ള റീസൺ റീസൺ ആയിട്ടൊന്നുമില്ല. റീസൺ ഇല്ല, പക്ഷെ വഴിത്തിരിവ് പറയണത് ആകർഷണമാണ്. ആകർഷണന്റെ ക്ലയൻസ് ആണ് ഞങ്ങൾ രണ്ടാളും. ആകർഷൺ എന്ന് പറഞ്ഞാൽ നമ്മള് കോച്ച്. അപ്പം പക്ഷെ ഞങ്ങള് അതിന് മുന്നേ ഒരു പ്രാവശ്യം ഞങ്ങൾ മുന്നേ വർക്കൗട്ട് ചെയ്ത ജിമ്മിന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ഈവിളൈന്റെ സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ സ്റ്റോറീസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ആ സാധനം അപ്പന്റെ കയ്യില് ബ്രേസ്ലെറ്റ് വെച്ചിട്ട് ഉണ്ടായിരുന്നു. ഏട്ടാ ഇത് എവിടുന്നാ മേടിച്ചത്? അപ്പൊ ഏട്ടൻ പറഞ്ഞു അത് അമ്മ ഓൺലൈനിലെല്ലാം കിട്ടും. പക്ഷെ അപ്പേട്ടനാണ് അതെന്നോ ഞാനാണെന്ന് അപ്പേട്ടനും അറിയില്ലുണ്ടായില്ല. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഞങ്ങള് പുതിയ ജിമ്മിൽ, അത് 6-7 മാസം കഴിഞ്ഞിട്ട് എന്തല്ലേ പുതിയ ജിമ്മിൽ വന്നിട്ട് ഏട്ടനെ പരിചയപ്പെട്ട്, അത് കഴിഞ്ഞിട്ട് പരിചയപ്പെട്ടിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ എന്തോ തിങ്ക് ചെയ്തോണ്ടിരുന്ന അപ്പഴിന് ഇവിളേന്റെ സാധനങ്ങളൊക്കെ കുറെ എണ്ണം കാണുന്നു. പിന്നെ കയ്യിലിട്ടിട്ട് ഒരു ദിവസം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ സാധനം എനിക്ക് മറ്റേ സാധനം അടിക്കൂല്ലേ ടൈം ലൂപ്പോ, ആ സാധനം എന്തോ അടിച്ചു. അപ്പൊ ഞാൻ അപ്പോട്ടോട് ചോദിച്ചു, അപ്പോട്ടെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഏതും കുട്ടി വന്നിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു? അപ്പൊ അപ്പോട്ട് പറഞ്ഞു യെസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം, പക്ഷെ അത് ഇവളാണെന്ന് അറിയത്തില്ല. അപ്പൊ അതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിമിത്തമല്ലേ പോട്ടെ, തലയിലാവാനുള്ള നിമിത്തം. അപ്പൊ റീസൺ എന്ന് പറയാൻ ഫ്രണ്ട്സ് ആവാനുള്ള റീസൺ എനിക്ക് ഫീൽ ചെയ്തത് രണ്ടാൾക്കും ഗ്രോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗ്രോ ചെയ്യാൻ രണ്ടുപേർക്കും
ഇപ്പം ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇഷ്ടമാണ്. പിന്നെ അതിനെ കുറിച്ച് അറിയാലോ. ആക്ടിങ് അവർക്ക് ഇഷ്ടമാണ്, എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് താല്പര്യമാവില്ലല്ലോ കേട്ടോ. തോർത്തിക്കോ. അപ്പൊ കിടന്ന് പേരക്കണം, രണ്ടാളും പേരിട്ടിട്ടില്ല. അപ്പോ എനിക്ക് അതാണ് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള സാധനം വന്നപ്പോ എനിക്ക് തോന്നിയത് രണ്ടാളും ഗ്രോ ചെയ്യാനുള്ള ഒരു മൈൻഡ് വരുന്നുണ്ട്. പിന്നെ രണ്ടാൾക്കും നല്ല പോലെ പിന്നെ എന്താണ് കോൺഫിഡൻസ് ആണ് രണ്ടാൾക്കും ഉണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ ട്രൈ ആക്കാൻ പറ്റും എന്നുള്ളൊരു എന്താണെങ്കിലും നമ്മൾ ട്രൈ ആക്കും. പിന്നെ രണ്ടാളും നന്നായിട്ട് സംസാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എന്തുണ്ടെങ്കിലും ഓപ്പണായി പറയുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ഇല്ല എനിക്കറിയില്ല. ബട്ട് രണ്ടാളും ഷെയർ ചെയ്യാറുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കംഫർട്ടബിൾ ആണ് അപ്പോഴെന്റെ അടുത്ത്. പറഞ്ഞല്ലേ എന്റെ തലയാട്ടണേ. അത്രേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഗ്രോ ചെയ്യാൻ ഇഷ്ടമാണ്, സപ്പോർട്ടീവ് ആണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലേടാ? അല്ല ഞാൻ അതിൽ എന്നെ നോക്കിയാ സംസാരിക്കണം. അപ്പൊ നീ എന്താ എക്സ്പ്രഷൻ ഇടുന്ന എനിക്ക് നിന്റെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. ന്യൂ ഇയർ റെസൊല്യൂഷൻ. യെസ്, ഐ ഹാവ് ന്യൂ ഇയർ റെസൊല്യൂഷൻ. എന്റെ കഴിഞ്ഞ കൊല്ലത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരുന്നു, അതാണ് നിങ്ങൾ കാണാൻ പോകുന്ന മറ്റേ ആ ഫിറ്റ്നസ് ചാലഞ്ച്. അത് ഞാൻ ഈ അടുത്ത് തന്നെ ഡിസംബറിൽ തന്നെ ഇറക്കും. അത് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ഞാൻ കരുതുന്നില്ല. പക്ഷേ കുറച്ചും കൂടി ന്യൂ ഇയർ റെസൊല്യൂഷൻ അതിൽ നിന്ന് കുറച്ചും കൂടി മുകളിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിറ്റ്നസ് പരമായിട്ട് അതിൽ നിന്ന് കുറച്ചും കൂടി മുകളിലേക്ക് പോയി നല്ല രീതിക്ക് ആപ്സ് ഒക്കെ വെച്ച്, പിന്നെ മോഡലിംഗ്, ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം അതില് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി മുകളിലേക്ക് പോകണമെന്നുണ്ട്. പിന്നെ വരുന്നത് എന്റെ ജോബ്, അതില് നല്ല രീതിക്ക് ട്രാൻസിഷൻ ചെയ്യണമെന്നുണ്ട്. പിന്നെ വരുന്നത് ഹാപ്പി ആയിട്ടിരിക്കുക. 2024 ചെയ്ത എന്തെങ്കിലും കാര്യം ചെയ്യണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും റിഗ്രറ്റ് ഒന്നുമില്ല. കൊറേ ചെയ്തു, കൊറേ ഫ്ലോപ്പ്. അതിനിപ്പോ റിഗ്രറ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല, ചെയ്തത് നമ്മൾ തന്നെയല്ലേ. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല. അത് ചെയ്യണ്ടായിരുന്നു എന്നുള്ള തോന്നലില്ലേ? അതൊന്നും ഐ മീൻ ഇനി ചെയ്യൂലെന്നുള്ള ഇനി മീൻസ് ഇനി ആ ഒരു തെറ്റില്ല, അങ്ങനെ ആ ഒരു പാത്തിലേക്ക് പോകത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് തോന്നിയത് അടുത്ത ഡിസംബർ ആവുമ്പോ എനിക്ക് ആശു ഈ ഡിസംബറിലോ വരും. ഇപ്പൊ പോയിട്ട് ബേക്കറി പോയിട്ട് എന്റെ അപ്പോട്ട് 5-6 മാസമായിക്കോളും ഞാന് എന്തെങ്കിലും തിന്നിട്ട്, അറിയോ? തിന്നുമ്പോ ഒക്കെ ഈ സാധനം അടുത്തുണ്ടാവും. പിന്നെ ഞാൻ കോച്ചിനോട് പറയും. കോച്ചിനോട് പറഞ്ഞിട്ട് വേണം അടുത്ത ഒരു 5 കിലോ കൂട്ടിയിടാൻ വേണ്ടിട്ട് വെയിറ്റില്. അതുകൊണ്ട് ഞാൻ കുറെ ദിവസം കുറെ മാസങ്ങളായിട്ട് ഡയറ്റിലാണ്. ഇടയ്ക്ക് ചീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് എനിക്ക് ആപ്സ് വരണമെന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് അടുത്ത വർഷം ഇടും. ഓക്കെ, നോട്ട് ദ പോയിന്റ്. പിന്നെ എനിക്ക് ഇപ്രാവശ്യം ഈ 2024 കുറെ 2024 അല്ല 2019 മുതൽ കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി അബദ്ധങ്ങളല്ല, ലൈഫിലെ കുറച്ച് ലെസൺസ്. ആ സമയത്ത് അത് അബദ്ധമല്ലല്ലോ. അതെ, അത് ശരിയാ. ലൈഫിലെ കുറച്ച് ലെസൺസ്, അത് ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് പോകണം. കുറച്ചും കൂടി ബെറ്റർ ആവും. ഫിനാൻഷ്യൽ കണ്ടീഷൻ ആയാലും കുറച്ചും കൂടി 2025 ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി സെറ്റ് ആവണം. കുറെ പ്ലാൻസ് ഉണ്ട്, അതൊക്കെ സെറ്റ് ആവണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫാമിലി. എന്റെ വീട്ടില് അമ്മ, ഏട്ടൻ, അമ്മ നളിനി അശോക്, ഏട്ടൻ അഭിനന്ദ്. ഇതെല്ലാവർക്കും അറിയണേ. എന്റെ വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി. അമ്മ സന്ധ്യ, അച്ഛൻ കൃഷ്ണകുമാർ, അനിയത്തി ശ്രുതി. അമ്മേന്റെ പേര് വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇൻസ്റ്റയില് വേറെ എന്തൊക്കെ? അത് അമ്മയുടെ ഷോപ്പിന്റെ. ഞാൻ അതാണ് അമ്മേന്റെ പേര് വിചാരിച്ചിട്ടോ. സത്യത്തിൽ എനിക്ക് അമ്മേന്റെ പേര് അറിയില്ലായിരുന്നു. ഓക്കെ, ഡീറ്റെയിൽസ് ഇത്രേ ഉള്ളൂ. അമ്മേന്റത് അല്ല, സോറി, ഫാമിലിന്റെത്. ചേട്ടൻ മൂടായോ? എന്താ ആർദ്യം ലൈഫിൽ പൊട്ടത്തരങ്ങൾ പറ്റാറുണ്ടോ? ഇതെല്ലാം കിടന്ന് ഏറ്റവും വലിയ പൊട്ടത്തരായിട്ട് തോന്നിയത് അപ്പോട്ടിനെ പരിചയപ്പെട്ട അപ്പോട്ടിന്റെ പരിചയപ്പോ അപ്പോട്ടിന് എന്തെങ്കിലും ലൈഫിൽ പൊട്ടത്തരങ്ങൾ പറ്റാറുണ്ടോ? ഉണ്ട്, അത് ഇല്ലാന്ന് പറയണ്ട. സീരിയസ് ആയിട്ടും പറ്റാറുണ്ട്, തമാശക്കും പറ്റാറുണ്ട് അപ്പോട്ടിന് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ലൈഫല്ലേ. എന്തെങ്കിലും എടുത്ത് പറയാനുള്ള അങ്ങനെ എന്തെങ്കിലും പൊട്ടത്തരം ഉണ്ടായിട്ടുണ്ടോ?
ആൾക്കാർക്ക് തമാശയായിട്ട് ഫീൽ ചെയ്യണം എന്തെങ്കിലും പൊട്ടത്തരം. അതിപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പൊ ആൾക്കാർക്ക് തമാശയായി തോന്നിയില്ലെങ്കിൽ. പക്ഷെ എനിക്ക് അപ്പോഴത്തെ കുറെ പൊട്ടത്തരങ്ങൾ അറിയാം കേട്ടോ, അത് ഞാൻ പറയണില്ല. സീക്രട്സ്. കൂടിയ വീഡിയോ എടുക്കുന്ന ആരെങ്കിലും കൂടെ സ്ട്രെസ് തോന്നിക്കിട്ടോ? കൂടിയ വീഡിയോ എടുക്കുന്ന ആ കൂടെ ഒരാളെ ഓ നിന്റെ കാര്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്റെ അടുത്താണെങ്കിൽ എനിക്ക് ഞാൻ ആകെ കൂടെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോട്ടൻ, ഫാസില്, ഷബിൻ, പിന്നെ എല്ലാം വരുന്നത് എന്റെ അനിയന്മാരൊക്കെയാണ്, ചെറിയ ചെറിയ കുട്ടികൾ. പിന്നെ അനുപാൽ എന്റെ ഏട്ടനാണ്, വലിയേട്ടനാണ്. പിന്നെ എനിക്ക് അങ്ങനെ വേറെ ആരും വീഡിയോ എടുത്തിട്ടില്ല. ഇല്ല, എനിക്ക് അങ്ങനെ ക്രഷ് തോന്നിയിട്ടൊന്നുമില്ല. അപ്പോഴും തോന്നിയിട്ടുണ്ട് എന്റെ അടുത്ത്. എനിക്ക് ആ കൂടെ ഇതിനോടൊക്കെ എങ്ങനെ ക്രഷ് തോന്നാനല്ലേ? സ്കിൻ കെയർ പ്രൊഡക്ട്സ്. ഇവന്റെ ബാർബർ ഞാൻ എന്റെ അടുത്ത് ചോദിക്കുന്നത്, നീ എന്താ ഇതൊക്കെ ഇടുന്നത്, ഒരു ബാസോപ്പ് എടുത്ത് കുളിച്ചാൽ മതി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തെ സ്കിൻ നോക്കി എന്റെ സ്കിൻ നോക്കി. ഞാൻ ഇപ്പോഴും മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. ബട്ട് അപ്പോഴത്തെ ഒന്നും ഇട്ടിട്ടില്ല. രാത്രി വരുമ്പോ മോയ്സ്ചറൈസർ എന്നിട്ട് വേർക്കുമ്പോ ഫുള്ള് കണ്ണിന്റെ ഉള്ളിലാവും, എന്നിട്ട് എരിഞ്ഞോണ്ടിരിക്കും. പക്ഷെ എനിക്ക് ഞാനിപ്പോ സ്കിൻ കെയർ ചെയ്യണോണ്ടാണ് ഇപ്പോൾ എന്റെ സ്കിന്ന് ബെറ്റർ ആയത്. മുന്നേ എനിക്ക് സ്കിൻ കെയർ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന്റെ ഇടയിൽ കുറച്ച് ബ്രേക്ക് വന്ന സമയത്ത് സ്കിന്ന് നല്ലോണം ഡാമേജ് ആയി. പിന്നെ ആരൊക്കെയോ പറഞ്ഞു ഞാൻ ഇപ്പം മറ്റേ സൺസ്ക്രീൻ ഇട്ട് തുടങ്ങി. ആരൊക്കെയാ പറഞ്ഞത്? എന്റെ കുറച്ച് ഫ്രണ്ട്സ്. ഇവിടൊക്കെ തന്നെ പറഞ്ഞു വെയിലത്തിറങ്ങുവാണെങ്കിൽ സൺസ്ക്രീൻ ഇടണം, അത് 3 വിരലിൽ ഇടണം. ഈ 3 വിരലിലൊക്കെ ഇട്ട സാധനം അറ്റതൊന്നും മുട്ടിക്കും. ഈ മുഖം മൊത്തം വെള്ള കളറാവും സീൻ സാധനങ്ങളൊക്കെ. അപ്പൊ ഇന്നലെ എന്തിനാ മറ്റേ കോഫി പൗഡറും തൈരും മേത്തരട്ട് അത് ഞാൻ ചെയ്യും. നാച്ചുറൽ റെമഡി അല്ലേ? എന്തായാലും നമ്മള് വലിയ സൺസ്ക്രീൻ ഒന്നും ഇട്ടിട്ടല്ല പുറത്തേക്ക്. അപ്പൊ പിന്നെ കുറച്ച് ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തൈര് എടുത്ത് അപ്പോഴത് കുഴപ്പമില്ല അല്ലേ? കാരണം സ്കിൻ ഓൾറെഡി ക്ലിയർ ആയവര് സ്കിൻ കെയർ ചെയ്യേണ്ട പറയാറുണ്ട്. അങ്ങനെ കണ്ടു നമ്മൾ ചെയ്യണ്ടല്ല, അവര് തന്നെ അഹങ്കാരത്തോടെ എന്തിനു സ്കിൻ കെയർ ഒക്കെ ചെയ്യണത്, അതിന്റെ ആവശ്യമുണ്ടോ? എന്താ പറയാ, സുന്ദരനല്ലടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെറൈറ്റി വീഡിയോസ് നിങ്ങളുടെ രണ്ടുപേരും വെറൈറ്റി വീഡിയോസ് ഇനിയും ഉണ്ടാകുമോ? എന്തായാലും. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു കോംബോ എന്നുള്ളൊരു സാധനം നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നത്. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ നോക്കിയതാണ്. പക്ഷെ ഫസ്റ്റ് വീഡിയോ തന്നെ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്ത്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഫിക്സ്ഡ്, ഇത് ഫിക്സ്ഡ്. നിനക്ക് ഇന്നലെ മുതലേ ഉണ്ട് വീഡിയോ നോക്കിട്ട് ഉമ്മ കൊടുക്കല്, മനസ്സിലാവുന്നുണ്ട് എനിക്ക്. അപ്പോ ഷുവറായിട്ടും വരും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇനി വീഡിയോസ് എടുക്കുന്നതാണ്, സെറ്റ് ആക്കുന്നതാണ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അപ്പോഴത്തെ ചാനലിൽ കാണാവുന്നതാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടി എടുത്താം. സെലിബ്രിറ്റി ക്രഷ്. ഇനി സെലിബ്രിറ്റി ക്രഷ് പെണ്ണ് ആരെടുത്തെങ്കിലും സെലിബ്രിറ്റി ക്രഷ് ഫീൽ ചെയ്തിട്ടുണ്ടോ? സെലിബ്രിറ്റി ക്രഷ് ആയിട്ടൊന്നുമില്ല. ഈ നമ്മുടെ അവരുടെ ആക്ടിങ് നമ്മള് ഇഷ്ടമാണ്. അല്ല, സെലിബ്രിറ്റിയിൽ ഇപ്പൊ നമുക്ക് സ്പോർട്സിൽ വരാം, അല്ലെങ്കിൽ മൂവി വരാം. വേറെ ക്രിസ്ത്യാനോ റൊണാൾഡോട്ടാണ് എനിക്ക് ക്രഷ്. ഐ മീൻ അങ്ങനെ ഓപ്പോസിറ്റ് ജെൻഡറിനോട് തന്നെ ക്രഷ് തോന്നുന്നു. അപ്പൊ അത് വേറെന്താണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യൂല. അങ്ങനല്ല, മീൻസ് അപ്പം ക്രഷ് എന്ന് തോന്നുന്നത് അങ്ങനെ ഇല്ലല്ലോ. ഓക്കെ, ഇത് നൈസാണ്, അടിപൊളിയാണ്. ഇന്നലെ ഞാൻ ഏതോ ഒരു പാട്ട് കണ്ടപ്പോ അപ്പോട്ടം പറഞ്ഞേ, ഏതോ ഡാൻസ് കണ്ടപ്പോ അപ്പോട്ടം പറഞ്ഞു കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഡാൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പേര്? ഷക്കീർ, ഓർമ്മയില്ല. ഷക്കീര അല്ല, ഷക്കീറോ. 2 കുട്ടികൾ ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോ എനിക്ക് ഓർമ്മയില്ല പേര്. അപ്പോട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോട്ടം ഇഷ്ടമാണെന്ന്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. പിന്നെ അപ്പോൾ എന്താ ഞാൻ കട്ടിയൂല. ഇല്ല, അപ്പോഴത്തിന് കുറെ കുട്ടികളൊക്കെ ഇഷ്ടമാണ്. ഐ മീൻ സെലിബ്രിറ്റീസ് ഒക്കെ ഇഷ്ടമാണ്. വെറുതെ പറയാണ്, ക്രഷ് തോന്നിട്ടില്ല എന്ന് മാത്രം അല്ലെ, ഇഷ്ടമാണ് എല്ലാവരും. ഓക്കെ, അപ്പൊ എന്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് അർജുൻ ദാസിനെ ഭയങ്കര ഇഷ്ടമാണ്. ക്രഷ്
അൽദാസിന്റെ വോയിസ് ഇഷ്ടമാണ്, മെസ്സി ഹെയർ ഇഷ്ടമാണ്, ആക്ടിങ് ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വിജയിന് മറ്റേ പറഞ്ഞോ, അതല്ല ഞാൻ പറഞ്ഞത്. പ്രഭാസിന് ഇഷ്ടമാണ്. ഓക്കെ. KGF-ലെ പുള്ളിനെ ഇഷ്ടമാണ്, യശുവിനെ ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് എല്ലാ പിള്ളേരെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ആ ഒരു മോശ വൈബ് സാധനം കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ രീതിയിലുള്ള ലൂസിഫർ വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ്. സോ ക്രഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളോടെ തോന്നിയിട്ടില്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വിചാരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതായത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിലായിരിക്കും മേ ബി അപ്പോഴിനെ കുറിച്ചുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉണ്ടാവാൻ തോന്നുന്നു. കാരണം അപ്പോഴിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇതില എഴുതിയിട്ടുള്ളത് മിക്സ് ആയിട്ട് ഇട്ടപ്പോൾ ഐ മീൻ അപ്പോഴിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്പോഴിന് എന്താണെന്നുള്ളൊരു സംഭവമൊക്കെ ഇതിലായിരിക്കും മേ ബി ഉണ്ടാവുക. എന്താടാ എന്നാ നീ ഇവിടെ ഞാനെടുക്കാം. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ക്ലോസ് ആക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിട്ട് ബട്ടൺ അല്ലടാ. പ്രോബ്ലംസ് ഉണ്ടാവും, മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ആദ്യമായിട്ടോ ഇത് 4ാമത്തെ വീഡിയോ എന്താണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടാണ് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും നിങ്ങൾ എന്ത് കാണണം, ഇതിനെക്കാട്ടി പൊട്ടത്തരങ്ങളായിരിക്കും ചിലപ്പോൾ അതിലുണ്ടാവുക. ഓക്കെ, എന്നാൽ നല്ല മെച്ചൂർഡ് ആയിട്ട് ഒരു കപ്പോട്ട് സംസാരിക്കുക. നിങ്ങൾ ആ മെച്ചൂരിറ്റി കണ്ടോളൂ. അപ്പോൾ വീഡിയോ ക്ലോസ് ഒക്കെ ഇട്ടെ, എല്ലാവരോടും വേറെ നിങ്ങൾ പറയണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ അതിന്റെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കാം. ബൈ കാശ്.